ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ളതാണല്ലോ. ഇലക്ട്രിക് കറന്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം ഡിവൈസസ് നമുക്കറിയാം. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ഹീറ്റർ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ എക്സെട്ര. ഒരു ഡിവൈസിൽ ഇലക്ട്രിക്കൽ എനർജി കടത്തിവിടുമ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി ഒരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ആയിട്ട് മാറുകയാണെങ്കിൽ ആ യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയെ ആ ഡിവൈസിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഇലക്ട്രിക്കൽ എനർജി ഒരു ഇലക്ട്രിക് ബൾബിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ ലൈറ്റ് എനർജിയും ഉണ്ടാകുന്നു, ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നു. യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. ഈ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് ബൾബിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 8 ടേബിൾ 1.1 നോക്കുക. കുറച്ച് ഡിവൈസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ യൂസും എഴുതണം, എനർജി ചേഞ്ചും എഴുതണം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് ബൾബ്. യൂസ് ടു ഗെറ്റ് ലൈറ്റ്. എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ഇൻഡക്ഷൻ കുക്കർ, ടു ഗെറ്റ് ഹീറ്റ്. എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ബാറ്ററിയാണ്. വൈൽ ചാർജിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റീചാർജബിൾ ബാറ്ററിയുടെ യൂസ് എന്താണ്? ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി റിപ്പീറ്റഡ്ലി. അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. സ്റ്റോറേജ് ബാറ്ററി വൈൽ ഡിസ്ചാർജിങ് എന്നാണെങ്കിൽ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്നാണ് വരുന്നത്. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ ആ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുക, ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഉപയോഗിക്കുക, അപ്പോഴാണ് ഡിസ്ചാർജിങ്ങിൽ വരുന്നത്. ഇവിടെ സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്ങിന് യോജിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ദെൻ മിക്സി. വാട്ട് ഈസ് ദ യൂസ്? ടു ഗ്രൈൻഡ്. എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. Then electric heater, to get heat. Energy change electrical energy to heat energy. Electric fan ആണെങ്കിലോ to get wind. What is the energy change there? Electrical energy to mechanical energy. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് കാണിക്കുന്ന കുറച്ച് ഡിവൈസസ് നിങ്ങൾക്ക് പറയാമോ? അതായത് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനത്തെ ഡിവൈസസ്. ഇലക്ട്രിക് അയൺ ഉണ്ട്, ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, സോൾഡറിങ് അയൺ ഉണ്ട്, അല്ലേ? ഈ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ഈ ഡിവൈസസിലെല്ലാം. എന്തുമാത്രം ഹീറ്റ് എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫിഗർ 1.1 നോക്കുക. ഒരു നിക്രോം വയർ കാണിച്ചിട്ടുണ്ട്. നിക്രോം വയർ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് വയറാണ്. ആ നിക്രോം വയർ ഒരു 6 വോൾട്ട് ബാറ്ററിയും ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ നിക്രോം വയർ റെഡ് ഹോട്ട് ആയിട്ട് മാറുന്നത് കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിക്രോം വയർ റെഡ് ഹോട്ട് ആയത്? എന്തുമാത്രം ഹീറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻസ് നമുക്ക് എഴുതാനായിട്ടുണ്ട്. ഫിഗർ 1.2 കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ. ആ നിക്രോം വയറിനെ റീപ്ലേസ് ചെയ്ത് ഒരു റെസിസ്റ്റൻസിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസിൽ
റെസിസ്റ്റൻസിന്റെ പടം വരയ്ക്കാൻ കാരണം നിക്രോം വയർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ റെസിസ്റ്റൻസ് വയറാണ്. ഈ നിക്രോം വയർ സ്വിച്ചും ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഈ സർക്യൂട്ടിലൂടെ എന്തുമാത്രം കറണ്ട് പാസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നമ്മളൊരു അമ്മീറ്ററും കണക്ട് ചെയ്യുന്നു. അമ്മീറ്ററാണ് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ്. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ആണ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു. അമ്മീറ്ററിന്റെ ഇവിടെ നെഗറ്റീവും ഇത് പോസിറ്റീവും ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ. ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ ആയി കാണിച്ചിട്ടുണ്ട്. കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു ഓർക്കുന്നുണ്ടോ? എന്താണ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? ചാർജുകളുടെ ഫ്ലോയ്ക്കാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ചാർജ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് കറണ്ടിൻ്റെതെന്നാണ് നമ്മൾ എടുക്കുന്നത്. കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കാണിച്ചാൽ ചാർജ് ഏത് ഡയറക്ഷനിലായിരിക്കും? തിരിച്ചായിരിക്കും ചാർജിന്റെ ഡയറക്ഷൻ. കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ, റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണം ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് ഒരു സെക്കൻഡിൽ എന്തുമാത്രം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എന്തുമാത്രം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം, ചാർജ് ബൈ ടൈം എന്നുള്ളതായിരിക്കും കറണ്ടിന്റെ ഇക്വേഷൻ. ചാർജിന് നമ്മൾ ക്യൂ ആണ് കൊടുക്കുന്നത്, ടൈമിന് ടിയും. സോ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആയിരിക്കും. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു കാര്യമുണ്ട്. കറണ്ട് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കടക്കണമെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്ന്. കറണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചാർജസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഞാനിവിടെ കാണിക്കാൻ പോകും. നിങ്ങളുടെ 9ലെ ടെക്സ്റ്റ് ആയത്. ഈ ഫിഗർ ഒന്ന് നോക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു ഫിഗർ ആയത്. ഈ എയില് വാട്ടർ ലെവല് കൂടുതലാണ്, ബിയില് വാട്ടർ ലെവല് കുറവാണ്. ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് തുറക്കുമ്പോൾ എന്ത് പറ്റും? എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും. വെള്ളം ഒഴുകിയിട്ട് ബിയുടെ ലെവലും എയുടെ ലെവലും ഒരേപോലെ ആകും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴുകുമോ? ഒഴുകത്തില്ല. കാരണം വെള്ളം ഒഴുകണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നിടത്ത് ഉണ്ടാകുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കുറവ്. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക എങ്കിൽ മാത്രമേ വെള്ളം ഇങ്ങനെ ഒഴുകത്തുള്ളൂ. ഈ വാൽവ് തുറക്കുമ്പോൾ വെള്ളം ഒഴുകും, പക്ഷെ ഒരു തവണ കൊണ്ട് വെള്ളം ഒഴുകി അങ്ങ് നിൽക്കും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബിയിൽ വന്ന വെള്ളം ഒരു എക്സ്റ്റേണൽ പമ്പ് ഉപയോഗിച്ച് തിരിച്ച് എയിലേക്ക് വിടണം, വേണ്ടേ? ബിയിൽ വന്ന വെള്ളം തിരിച്ച് എയിലേക്ക് വിടുകയാണെങ്കിൽ അവിടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും കാണും. ഇത് തന്നെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലും നടക്കുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിലെ സ്വിച്ചിന്റെ സ്ഥാനത്താണ് ഈ വാൽവ്.
സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യും. ഈ എക്സ്റ്റേണൽ പമ്പിന്റെ സ്ഥാനത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററി. ഈ ബാറ്ററി എന്ത് ചെയ്യും? എപ്പോഴും രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് പോയിന്റുകൾ തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ചാർജ് ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് അല്പം കൂടി ഒന്ന് പഠിക്കാനുണ്ട്. ഒരു 1 കൂളം ചാർജ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ 1 ജൂൾ ഓഫ് വർക്കാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ് എന്ന് നമ്മൾ പറയും. എന്താണ്? 1 വോൾട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points if 1 coulomb of charge, if the work done to move 1 coulomb of charge from one point to the other is 1 joule. മനസ്സിലായോ? ഇത് തിരിച്ച് നമുക്ക് പറയാം. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സർക്യൂട്ടിൽ 1 കൂളം ചാർജ് മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് എന്താണ്? 1 ജൂൾ ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ V വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിചാരിക്കുക. നമ്മുടെ ചാർജ് 1 കൂളംബ് അല്ല, Q ചാർജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W ആണെന്ന് വിചാരിക്കുക. സോ W എന്ന് പറയുന്നത് എന്താണ്? V into Q ആയിരിക്കും. സോ വർക്ക് ഡൺ ടു മൂവ് 1 കൂളം ചാർജ് through a potential difference of 1 volt is 1 joule. So the work done to move Q coulomb charge through a potential difference of V volt is W is equal to V into Q. So potential difference എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കുവാൻ ചെയ്യുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ബോക്സിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. സോ ഞാൻ ഈ പറഞ്ഞത് ഒരു സ്റ്റെപ്പായിട്ട് എഴുതുകയാണ്. വർക്ക് ഡൺ to move 1 coulomb charge through a potential difference 1 volt is equal to എത്ര ജൂളാണ്? 1 ജൂൾ ആണ്, അല്ലേ? 1 കൂളം ചാർജ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂവ് ചെയ്യിക്കുവാൻ 1 ജൂൾ ഓഫ് വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ ടു മൂവ്, നമുക്ക് ജനറൽ ആയിട്ട് Q ചാർജ്, അല്ലേ? Q ചാർജ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട്. V വോൾട്ട് ഈസ് എന്ത് വരും? ആ വർക്കിന് നമ്മൾ W എന്ന് കൊടുക്കും. നമുക്ക് 1 കൂളം ചാർജ് അല്ല, Q ചാർജ് ആണ്. 1 വോൾട്ട് അല്ല, V വോൾട്ട് ആണ്. അതുകൊണ്ട് ആകെ ചെയ്യപ്പെടുന്ന വർക്ക് എന്താണ്? W is equal to Q into V. അത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. W is equal to Q into V. അങ്ങനെയെങ്കിൽ
ഈ വർക്ക് ചെയ്തത് നമ്മുടെ ബാറ്ററിയാണ്. ഈ ബാറ്ററി എന്തുമാത്രം പവറാണ് ഈ സർക്യൂട്ടിന് കൊടുക്കുന്നത്? പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? പവർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ്. റേറ്റ് എന്ന് കേട്ടാലേ ഓർത്തോണം, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, അതായിരിക്കും പവർ. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? Q. Q into V divided by T. ഈ Q by Tക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? I എന്ന് എഴുതാം അല്ലേ? ഈ Q by Tക്ക് പകരം നിങ്ങൾ I എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് I into V അല്ലെങ്കിൽ V into I എന്ന് കിട്ടും. ഇത്രയും പവറാണ് ഈ ബാറ്ററി ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് പവർ അല്ല വേണ്ടത്, നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഈ എനർജിയുടെ ടേംസിൽ നമുക്കിത് എഴുതണം. ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത്, അതായത് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എനർജി, അത് എത്ര വരും നിങ്ങൾക്ക് പറയാവോ? എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വർക്കിന്റെ ഇക്വേഷൻ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അതായത് എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലേ? അത് കാരണം എനർജിയുടെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ വർക്കിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതുക. വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് ടൈം. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എനർജി അല്ലെങ്കിൽ വർക്ക് ഗിവൺ ബൈ ദ ബാറ്ററി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? പവർ ഇൻറ്റു ടൈം. മനസ്സിലായോ? വർക്കിന്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് എനർജിയുടെ ഇക്വേഷൻ. പവർ ഇൻറ്റു ടൈം. വർക്ക് കണ്ടില്ലേ? പവർ ഇൻറ്റു ടൈം. സോ പവർ എന്താണ്? V ഇൻറ്റു I നിങ്ങൾക്ക് കിട്ടി. V ഇൻറ്റു I ഇൻറ്റു T എന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ എനർജി എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറിയത്? നിക്രോം വയർ ഉപയോഗിച്ചപ്പോൾ അത് റെഡ് ഹോട്ട് ആയത് അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. സോ ഹീറ്റ് എനർജി ഇവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. ഹീറ്റ് എനർജി H is equal to V into I into T. ഇനി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ചായിരുന്നു, കഴിഞ്ഞ വർഷം അല്ലേ? ഓംസ് ലോ എന്താണ് ഇക്വേഷൻ? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference between its ends. Or V is equal to I into R. So according to Ohm's law, V is equal to I into R. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിയുടെ സ്ഥാനത്ത് I into R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് H എന്തായിട്ട് കിട്ടും? H എന്ന് പറയുന്നത് വിയുടെ സ്ഥാനത്ത് I into R കൊടുത്തു, പിന്നെ ഒരു I ഉണ്ട്, പിന്നെ ഒരു T ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് കിട്ടി? I സ്ക്വയർ ആർ ടി എന്ന് കിട്ടി. സോ H is equal to I സ്ക്വയർ ആർ ടി. രണ്ട് ഇക്വേഷൻ കിട്ടി നിങ്ങൾക്ക് ഹീറ്റ് എനർജിക്ക്. H is equal to VIT എന്ന് കിട്ടി, H is equal to I സ്ക്വയർ ആർ ടി എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹീറ്റ് generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current. ശരിയല്ലേ? ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിനും അവിടുത്തെ റെസിസ്റ്റൻസിനും എത്ര നേരം കറണ്ട് പാസ് ചെയ്യുന്നു ആ ടൈം അതിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് കൂടുതലായിരിക്കും. അതുപോലെ ടൈം കൂടുതലാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ജനറേറ്റഡും കൂടുതലായിരിക്കും. സോ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് നിക്രോം വയർ റെഡ് ഹോട്ട് ആയിട്ട് മാറിയത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ. കാരണം എന്താണ്? നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ ഇക്വേഷന് നമ്മൾ ജൂൾസ് ലോ എന്നാണ് പറയുന്നത്. ജൂൾസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ്
the square of the current in the conductor, the resistance of the conductor and the time of flow of current. ഇങ്ങനെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നു. ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ്. എന്താണ് ജൂൾ ഹീറ്റിംഗ്? The process by which heat is developed in a circuit on passing current through it is known as Joule heating or ohmic heating. ഇനി നിങ്ങൾക്ക് ഈ ഹീറ്റ് എനർജി വേറൊരു ഫോമിലും കൂടെ എഴുതാം. ഈ ഓംസ് ലോയിൽ നിന്ന് തന്നെ എഴുതിയാൽ മതി. അവിടെ V is equal to I into R ആണ് അല്ലേ? നമ്മുടെ ഇക്വേഷനിൽ വിക്കായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് ഐക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V is equal to I into R ആണെങ്കിൽ what is I? V is equal to I into R. Therefore, what is I? അതെങ്ങനെ തെറ്റാതെ എഴുതുന്നേ? I മാത്രം മതി നമുക്ക് ഒരു വശത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? I മാത്രം ഒരിടത്ത് കിടക്കുന്നു, അതിന്റെ കൂടെ കിടക്കുന്നത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അതിന്റെ കൂടെ കിടക്കുന്നത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാകും അല്ലേ? അപ്പോൾ I is equal to എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ കിടക്കുന്ന R എങ്ങോട്ട് വരണം? ഇപ്പുറത്തെ വശത്ത് ഡിനോമിനേറ്ററിലാകണം. I is equal to V by R എന്ന് വരും. V divided by R. അത് നമുക്ക് ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. H is equal to VIT എന്നല്ലേ? സോ H is equal to വിയുടെ സ്ഥാനത്ത് V എന്ന് തന്നെ എഴുതി, ഐയുടെ സ്ഥാനത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. V by R എന്ന് എഴുതി, പിന്നെ ടൈമും ചെയ്തു. നിങ്ങൾക്ക് എന്ത് കിട്ടി? V square by R into T എന്ന് കിട്ടി അല്ലേ? അപ്പൊ H നിങ്ങൾക്ക് ഒരു ഇക്വേഷനൂടെ കിട്ടി. H is equal to V square by R into T. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് 3 ഇക്വേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചു. H is equal to VIT, H is equal to I square RT, H is equal to V square by R into T. ഇത് 3 നിങ്ങൾ കാണാതെ പഠിക്കണം എന്നില്ല, നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ജൂൾസ് ലോ H is equal to I square RT. ഇനി നിങ്ങളുടെ പ്രോബ്ലത്തിൽ എന്താണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഇപ്പൊ വിയുടെ ടേംസിൽ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിയുടെ ടേംസിൽ എഴുതണമെങ്കിൽ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ? ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിയുടെ ടേംസിൽ കിട്ടും അല്ലെ? I is equal to V by R എന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. പിന്നെ നിങ്ങളിത് ചെയ്ത് പലവട്ടം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 3 ഇക്വേഷനും പഠിക്കും. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. ഇനി നിങ്ങൾക്ക് വേറൊരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിൾ 1.2. അവിടെ റെസിസ്റ്റൻസും കറന്റും ടൈമും ഏതെല്ലാം രീതിയിലാണ് ഹീറ്റ് ജനറേഷനെ സ്വാധീനിക്കുന്നത് അതറിയാൻ വേണ്ടിയുള്ള ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കണം. അതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കണം കേട്ടോ. റെസിസ്റ്റൻസ്, ദെൻ കറണ്ട് എന്നേ എഴുതുന്നുള്ളൂ. റെസിസ്റ്റൻസ് R, കറണ്ട് I, ടൈം T, heat H. H എത്ര കിട്ടും? H is equal to I square RT അല്ലേ? Heat is I square RT. Then change in heat. Change in heat H. ഇത്രയുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക. റെസിസ്റ്റൻസ് 2R ആക്കുക. ഐയും ടിയും അതുപോലെ തന്നെ ഇടുക.
ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ H1 എന്ന് പറയുന്നത് I², ആറിന്റെ സ്ഥാനത്ത് 2R എന്ന് ഇടണം. 2R × T അല്ലെ, എത്ര കിട്ടി? 2I² RT എന്ന് കിട്ടി അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് 2I² RT എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 times H ആണ് കിട്ടിയത്. ശരിയല്ലേ? ഇനി രണ്ടാമതാണ് തന്നിരിക്കുന്നത് കറന്റിനെ ഇരട്ടിയാക്കുക. റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഇരിക്കുന്നു, കറന്റ് 2I ആക്കുക, ടൈം അതുപോലെ തന്നെ ഇരിക്കണം. പുതിയ H എത്ര നമുക്ക് നോക്കാം. H2 എന്ന് കൊടുക്കാം. H2 is equal to I² പകരം 2I the whole square കിട്ടണം അല്ലേ. then R × T. ശരിയല്ലേ? 2I the whole square എന്ന് പറയുന്നത് എത്ര കിട്ടും? 2I the whole square എന്ന് പറഞ്ഞാൽ 4I² കിട്ടും. 4I², then R × T. നമ്മുടെ പുതിയ ഹീറ്റ് 4I² RT എന്ന് കിട്ടും. എത്ര ടൈംസ് അത് കൂടി? 4 times കൂടി. ഇനിയും മൂന്നാമത്തെ നോക്കുക. റെസിസ്റ്റൻസ് പകുതിയാക്കി, R/2 ആക്കി. കറന്റും ടൈമും അതുപോലെ തന്നെ കിടക്കുന്നു. ഇത് ചെയ്ത് നോക്കാം. H3 is equal to I², ആറിന്റെ സ്ഥാനത്ത് R/2 കൊടുക്കണം അല്ലേ, × T. എത്ര കിട്ടും? I² RT ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ I² RT, അതിൻ്റെ കൂടെ ഒരു ഹാഫും കൂടെ ഉണ്ട് അല്ലേ, ½ I² RT. അപ്പൊ നിങ്ങൾക്ക് ½ എന്നായിരിക്കും കിട്ടുന്നത്. ഇനി നാലാമത്തേത് നോക്കിക്കേ. റെസിസ്റ്റൻസ് അതുപോലെ തന്നെ കറന്റ് പകുതിയാക്കുക. ടൈം തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കിക്കേ. H4 is equal to I² സ്ഥാനത്ത് I/2 the whole square × R × T. എത്ര കിട്ടി? I²/4 RT എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് 1/4 I² RT എന്നായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ H 4/1 കുറഞ്ഞു. ഇനി അടുത്ത നോക്കുക. റെസിസ്റ്റൻസ് R ആണ്, കറന്റ് I ആണ്, ടൈം 2Ti. 2T ആകുമ്പോൾ നമുക്ക് അടുത്ത ഹീറ്റ് എത്ര നോക്കാം. H5 is equal to I² R × 2T എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2I² RT. 2I² RT. സോ 2H എന്നായിരിക്കും കിട്ടുന്നത്. ലാസ്റ്റ് വൺ, റെസിസ്റ്റൻസ് R, കറന്റ് I, ടൈം T/2. H6 എന്ന് പറയുന്നത് എത്ര കിട്ടും നോക്കിക്കേ. I² R × T/2 അല്ലേ. എത്ര കിട്ടി? 1/2 I² RT എന്ന് കിട്ടി. സോ 1/2 I² RT, ദാറ്റ് ഈസ് 1/2 H എന്ന് കിട്ടി. ഈ ടേബിൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, ഹീറ്റ് ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് പറയാമോ? നോക്കിക്കേ. റെസിസ്റ്റൻസ് ഇരട്ടിയായപ്പോൾ ഹീറ്റ് ജനറേഷൻ ഇരട്ടിയായി, ടൈം ഇരട്ടിയായപ്പോൾ ഹീറ്റ് ജനറേഷൻ ഇരട്ടിയായി. അതേസമയം കറന്റ് ഇരട്ടിയാക്കിയപ്പോൾ ഹീറ്റ് ജനറേഷൻ 4 ഇരട്ടിയായി. അതുപോലെ പകുതിയാക്കുമ്പോൾ റെസിസ്റ്റൻസ് പകുതിയാക്കിയപ്പോൾ ഹീറ്റ് ജനറേഷൻ പകുതിയായി, ടൈം പകുതിയാക്കിയപ്പോൾ ഹീറ്റ് ജനറേഷൻ പകുതിയായി. പക്ഷെ കറന്റ് പകുതിയാക്കിയപ്പോൾ ഹീറ്റ് ജനറേഷൻ 1/4 ആയി. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, ഹീറ്റ് ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ അപ്പോൾ ഏതാണ്? കറന്റ് ആണ്. കാരണം H is equal to I² RT ആണ്. H is proportional to the square of the current. നിങ്ങളുടെ ടെക്സ്റ്റില് ജൂൾസ് ലോ പറയുന്നിടത്ത്
എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് പറയുന്നത് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അങ്ങനെ വരുന്നതിന്റെ കാരണം പ്രപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി എന്നാണ് വരുന്നത്. ഈ കോൺസ്റ്റന്റ് ഇവിടെ 1 ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങളുടെ ജൂൾസ് ലോ എന്ന് എഴുതിയ ബോക്സിൽ ഇങ്ങനെ തന്നിരിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആദ്യം തന്നിരിക്കുന്നതും പിന്നെ ഈക്വൽ ടു സൈനിൽ ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതിയിരിക്കുന്നതും. ബിക്കോസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് 1. ഇനിയും നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട്. രണ്ട് ബീക്കർ തന്നിരിക്കുന്നു. ആ രണ്ട് ബീക്കറിലും ഒന്ന് എയും ഒന്ന് ബിയും. ഒരെണ്ണത്തിന്റെ അകത്ത് നിക്രോം വയർ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേതിന്റെ അകത്ത് കോപ്പർ വയർ കൊടുത്തിരിക്കുന്നു. രണ്ടിനും ഒരേ നീളമാണ്. ഒന്ന് പി ക്യൂ എന്ന് കാണിച്ചിരിക്കുന്നു, ഒന്ന് ആർ എസ് എന്ന് കാണിച്ചിരിക്കുന്നു. ഈ വയറിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 6 വോൾട്ട് ബാറ്ററി കൊടുത്തിരിക്കുന്നു, സ്വിച്ച് കൊടുത്തിരിക്കുന്നു, ഒരു റിയോസ്റ്റാറ്റ് കൊടുത്തിരിക്കുന്നു. എന്താണ് റിയോസ്റ്റാറ്റിന്റെ ഗുണം? ഫോർ വേരിയിങ് റെസിസ്റ്റൻസ്. നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റും. അതാണ് റിയോസ്റ്റാറ്റ്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അതിന്റെ പടമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ. പിന്നെ ഇവിടുത്തെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു അമ്മീറ്ററും കൊടുത്തിരിക്കുന്നു. ഇനി ഒരു തെർമോമീറ്റർ വെച്ച് ഈ രണ്ട് ബീക്കറിലെയും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കറന്റും നോക്കണം. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് ഓഫ് ദ വാട്ടർ ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി വിച്ച് വൺ ഗോട്ട് ഹീറ്റഡ് മോർ, വൈ? ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടാകുന്നത്? ഏതായിരിക്കും? നിക്രോം ഉള്ളതായിരിക്കും അല്ലേ? അതായത് ബീക്കർ എ ആയിരിക്കും. എന്താ കാരണം? ബിക്കോസ് നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ് അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൻ ദ കറന്റ് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് ദ റിയോസ്റ്റാറ്റ്? ഈ റിയോസ്റ്റാറ്റ് വെച്ച് കറന്റ് കൂട്ടുക. കറന്റ് കൂട്ടിയാൽ ഈ ടെമ്പറേച്ചറിന് എന്ത് പറ്റും? എന്ത് പറ്റും? കറന്റ് കൂട്ടിയാൽ ടെമ്പറേച്ചർ കൂടും അല്ലേ? അത് നമ്മൾ പറഞ്ഞത് എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ്. കറന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ജനറേഷൻ കൂടും. സോ രണ്ട് ബീക്കറിലെയും ടെമ്പറേച്ചർ കൂടും ആദ്യം ഉണ്ടായിരുന്നതിൽ നമ്മൾ ഈ കറന്റ് കൂട്ടിയാൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what was the change that happened to the temperature of water in both the beakers on increasing the time? കൂടുതൽ നേരം കറന്റ് പാസ് ചെയ്താൽ ഈ ബീക്കേഴ്സിലെ ടെമ്പറേച്ചറിന് എന്ത് പറ്റും? ടെമ്പറേച്ചർ ഇൻക്രീസസ് അല്ലേ? കാരണം എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു ടി, ഐ സ്ക്വയർ ആർ ടി എന്നല്ലേ? അപ്പൊ ടിക്കും പ്രപ്പോർഷണൽ ആണ്, ടൈമിന് പ്രപ്പോർഷണൽ ആണ്. ഇനിയും നിങ്ങൾക്ക് കുറച്ച്
മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പേജ് നമ്പർ 12. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes? ആ ക്വസ്റ്റ്യന്റെ ഡേറ്റ നമുക്ക് ആദ്യം എഴുതാം. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹീറ്റ് ആണ്. If 0.2 ampere current flows, so I is equal to 0.2 ampere through a conductor of resistance 200 ohm. So R is equal to 200 ohm for 5 minutes. T is equal to 5 minutes. ഈ ടൈമിനെ നമുക്ക് സെക്കൻഡ് ആക്കണം അല്ലേ? 1 minute is 60 seconds. So 5 minutes is 5 into 60 seconds. എത്ര വരും? 6 5 30 അല്ലേ? പിന്നെ ഒരു സീറോയും കൂടെ ഉള്ളതുകൊണ്ട് 300 seconds എന്ന് വരും. ഇവിടുത്തെ ഹീറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച 3 ഇക്വേഷനിൽ ഏതാ എളുപ്പം? H is equal to I square RT അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H is equal to I square RT. That is equal to 0.2 square into 200 into 300. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ 2400. ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. ഏത് എനർജിയുടെയും യൂണിറ്റ് ജൂളാണ്. അത് എഴുതാൻ മറക്കരുത്. 2400 ജൂൾ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു പോയിന്റ് കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 1 calorie is equal to 4.2 joule. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. 1 calorie is equal to 4.2 joule. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ ആൻസർ ജൂളിലും എഴുതുക കലോറിയിലും എഴുതുക. ജൂളിൽ നമുക്ക് കിട്ടി 2400 ജൂൾ എന്ന് കിട്ടി. ഇനി കലോറിയിൽ എഴുതാൻ വേണ്ടി 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? നമുക്ക് ആകെ ഒരു സംശയമാണ് അല്ലേ? 2400 ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം 1 ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിയാണെന്ന് അറിയണം അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിച്ചെഴുതാം. 4.2 ജൂൾ ഈസ് ഈക്വൽ ടു 1 കലോറി. സോ വാട്ട് ഈസ് 1 ജൂൾ? ഇവിടെ നമുക്ക് സംശയം വരും, 4.2 എന്നാണോ 1/4.2 എന്നാണോ? അത് തെറ്റാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ 4.2നെ 4.2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് 1 കിട്ടുന്നേ. ഇടതുവശം മാത്രം ഡിവൈഡ് ചെയ്താൽ പറ്റുമോ? റൈറ്റ് സൈഡും ഡിവൈഡ് ചെയ്യണം അല്ലേ? 4.2/4.2 ആണ് ഈ വശത്ത് നിങ്ങൾ ചെയ്തത് 1 ജൂള് കിട്ടാൻ. ഈ വശത്ത് എന്ത് ചെയ്യണം? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1 ഡിവൈഡഡ് ബൈ 4.2 കലോറി. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര കിട്ടിയത്? 2400 ജൂളാണ് കിട്ടിയത് അല്ലേ? സോ 2400 ജൂൾ എന്ന് പറയുന്നത് എത്ര വരും? 2400 ഇൻറ്റു 1/4.2 അല്ലെങ്കിൽ 2400 ഡിവൈഡഡ് ബൈ 4.2 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് 571.428 എന്നാണ് കിട്ടുന്നത്. 428നെ നിങ്ങൾക്ക് 43 എന്ന് എഴുതാം അല്ലേ? മൂന്നാമത്തെ ഡിജിറ്റ് 5ൽ കൂടുതലായതുകൊണ്ട് 5 അതിൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുന്നിൽ കിടക്കുന്ന ഡിജിറ്റ് ഒന്ന് കൂട്ടാവുന്നതാണ്. സോ 571.428നെ നിങ്ങൾക്ക് 571.43 എന്ന് എഴുതാം. അത്രയും കലോറി ആയിരിക്കും നിങ്ങളുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനിയും വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230
വോൾട്ട്. അവിടെ നമുക്ക് ഡേറ്റ എന്ന് എഴുതാം. ഹീറ്റ് ഡെവലപ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് H is equal to question mark എന്ന് ഇടാം. In 3 minutes, so time is equal to 3 minutes is equal to സെക്കൻഡിലാക്കണ്ടേ 3 into 60 is equal to 180 seconds. By a device of resistance 920 ohm, so R is equal to 920 ohm, working under 230 volt. So V is equal to 230 volt. ഇവിടെ നിങ്ങൾക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻസ് ഉപയോഗിക്കാം അല്ലേ? H is equal to I² RT ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ I തന്നിട്ടില്ല, ആദ്യം I കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ H is equal to VIT ഉപയോഗിക്കാം. അപ്പോഴും I തന്നിട്ടില്ല, I നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെയുള്ള ഇക്വേഷൻ എന്താണ്? H is equal to V² by R into T. അതാ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. രണ്ട് രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് രീതിയിലും നമുക്കിവിടെ ചെയ്തു നോക്കാം. H is equal to V² divided by R into T. V² എത്ര വരും? 230 square divided by 920 into 180. നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 10,350 ജൂൾ എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. മെത്തേഡ് 1. ഇനിയും വേറൊരു രീതിയിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം അല്ലേ? H is equal to I² RT വെച്ച് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം I എത്ര ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? I കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? V is equal to I into R ആണ് ഓംസ് ലോ. സോ വാട്ട് ഈസ് I? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു I കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? I മാത്രം ഒരു സ്ഥലത്ത് കിടക്കുക. അതിന്റെ കൂടെ കിടക്കുന്നത് ന്യൂമറേറ്ററിലാണെങ്കിൽ ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുവന്ന് ഡിനോമിനേറ്ററിൽ എഴുതുക. സോ I is equal to V divided by R. അത് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 230 divided by 920. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക. 230 divided by 920. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.25 ആംപിയർ എന്നാണ് കിട്ടുന്നത്. ഇനിയും നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. H is equal to I² RT. വേണമെങ്കിൽ VITയും ഉപയോഗിക്കാം കേട്ടോ. എല്ലാ ആൻസർ ഒരുപോലെ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് 0.25 the whole square into 920 into 180. ഇവിടെ ആൻസർ 10,350 ജൂൾ എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി H is equal to VIT വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് പേജ് നമ്പർ 13 ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. Calculate the heat developed when 3 ampere current flows for half an hour through an electric iron box designed to work under 230 volt. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 ampere current flows. So I is equal to 3 ampere for half an hour. So time is equal to half an hour എന്ന് പറയുമ്പോൾ എത്ര വരും?
60 മിനിറ്റ്സ് അല്ലേ 1 hour. ഹാഫ് ആൻ അവർ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് 0.5 അവർ എഴുതാം. അതിനെ മിനിറ്റ്സിലാക്കിയാൽ 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആയിരിക്കും. ആ 30 മിനിറ്റ്സിനെ സെക്കൻഡിലാക്കണമെങ്കിൽ 1 minute is 60 seconds. So 30 minutes is 30 into 60 seconds. അപ്പോൾ എത്ര കിട്ടും? 6 3s are 18, 1800 seconds എന്ന് കിട്ടും. ഇവിടുത്തെ വോൾട്ടേജ് എത്ര തന്നിരിക്കുന്നത്? 230 volt. ഇവിടെ നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നത്? ഇവിടെ 6 തന്നിട്ടില്ല. 6 തരാത്തപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്താണ്? H is equal to VIT എന്ന ഇക്വേഷനാണ്. ശരിയല്ലേ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. H is equal to VIT. That is equal to 230 into 3 into 1800. എത്ര കിട്ടും? 12,42,000 എന്ന് കിട്ടും. അത്രേ. എന്താണ് യൂണിറ്റ്? ജൂൾ. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ടെക്സ്റ്റില്. പ്രോബ്ലം എല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. പ്രോബ്ലം ഒരു പാടുമില്ല. പ്രോബ്ലം കാണുമ്പോൾ പലരും ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാടുമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം മാർക്ക്. Details of 2 electric heaters are given below. How much will be the heat developed if they are made to work for 5 minutes each? Heater A തന്നിട്ടുണ്ട്, ഹീറ്റർ ബി തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? വോൾട്ടേജ് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 1150 ohm, time 5 minutes. 5 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സ് ആക്കണം. 5 into 60, that is 300 seconds. ഹീറ്റർ ബിക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? ബി is equal to 230 volt, R is equal to 460 ohm, T is equal to 5 minutes. That is 5 into 60, that is 300 seconds. ഇവിടെ എന്തുമാത്രം ഹീറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കുക. എച്ചിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം? വിയും ആറും ടിയും തന്നിരിക്കുന്നെങ്കിൽ v²/r into t എന്ന് എഴുതാം അല്ലേ? So H is equal to v²/r into t. That is equal to, ചെയ്ത് നോക്കിക്കേ, 230 the whole square into 300 divided by 1150 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 13,800 ജൂൾ എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. ഹീറ്റർ ബിയുടേത് H is equal to v² divided by r into t. That is equal to 230 square into 300 divided by 460. അത് ചെയ്യുമ്പോൾ 34,500 ജൂൾ എന്നാണ് കിട്ടുന്നത്.
ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, റെസിസ്റ്റൻസ് കൂടുതലുള്ളതിന് ഹീറ്റ് കുറവാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് എതിര് വന്നതുപോലുണ്ട് അല്ലേ? കാരണം നമ്മൾ പറഞ്ഞായിരുന്നു നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കൂടുതലാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് ഹീറ്റ് കുറവാണ് വന്നിരിക്കുന്നത്. അതിന്റെ റീസൺ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവിടുത്തെ കറന്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഇവിടുത്തെ കറന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? I is equal to V by R അല്ലേ? V by R വെച്ച്, അതായത് V is equal to I into R, so I is equal to V by R. ഒന്ന് കണ്ടുപിടിച്ചേ. 230 divided by 1150. 230 divided by 1150 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.2 ആംപിയർ എന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ കറണ്ട് ഒന്ന് നോക്കുക. I is equal to V by R. That is 230 divided by 460. അത് ചെയ്യുമ്പോൾ 0.5 ആംപിയർ എന്നാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് നോക്കുക റെസിസ്റ്റൻസും കറണ്ടുമായിട്ടുള്ളൊരു റിലേഷൻ. റെസിസ്റ്റൻസ് കൂടിയിരിക്കുന്നിടത്ത് കറണ്ട് കുറവാണ്, റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നിടത്ത് കറണ്ട് കൂടുതലാണ്. മനസ്സിലായോ? അത് വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ V is equal to I into R എന്നല്ലേ പറഞ്ഞേക്കുന്നത്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ വോൾട്ടേജ് കോൺസ്റ്റന്റ് 230 വോൾട്ടാ. V കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ I കൂടിയാൽ R കുറയണം, I കുറഞ്ഞാൽ R കൂടണം, അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ സംഭവിച്ചത് റെസിസ്റ്റൻസ് കൂടിയപ്പോൾ കറന്റ് കുറഞ്ഞു. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഹീറ്റ് ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? കറണ്ടാണ്. കറന്റ് കുറഞ്ഞപ്പോൾ H is equal to I square RT എന്നല്ലേ, അവിടുത്തെ ഹീറ്റ് ജനറേഷൻ കുറഞ്ഞു. ഇവിടെ എന്താ പറ്റിയത്? റെസിസ്റ്റൻസ് കുറവാണെങ്കിലും അവിടുത്തെ കറന്റ് കൂടുതലാണ്. കറന്റ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ ഹീറ്റ് ജനറേഷൻ കൂടുതലായിരിക്കും. അതാണ് കാരണം. ജൂൾസ് ലോയില് H is proportional to R എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. H is proportional to R ആകണമെങ്കിൽ അവിടുത്തെ ഐയും ടിയും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല പറ്റിയത്. റെസിസ്റ്റൻസ് കൂടിയപ്പോൾ അവിടുത്തെ കറന്റ് കുറഞ്ഞു, അത് കാരണം ഹീറ്റ് ജനറേഷൻ കുറഞ്ഞു പോയി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. Why does the heater having low resistance get heated more? റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്റർ കൂടുതൽ ചൂടായത് എന്തുകൊണ്ടാണ്? കാരണം ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഈസ് ഹൈ. കറന്റിന്റെ ഇന്റൻസിറ്റി അവിടെ കൂടുതലാണ്, അതാണ് കാരണം. ഇനിയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. In which way does the change in resistance influence the heat developed? റെസിസ്റ്റൻസിൽ ഉണ്ടായ ചേഞ്ച് ഹീറ്റ് ഡെവലപ്മെന്റിൽ എന്ത് വ്യത്യാസമാണ് വരുത്തിയത്? റെസിസ്റ്റൻസിൽ ഉണ്ടായ ചേഞ്ച് നോക്കിക്കേ. ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞു അല്ലെ, ഇങ്ങോട്ടൊന്നും ഇപ്പൊ കുറയുക ചെയ്തേ, ഹീറ്റ് കൂടി അല്ലെ. അപ്പൊ അവിടെ എന്താ ഉണ്ടായത്? റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഹീറ്റ് ജനറേഷൻ കൂടി. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരോധമാണ്, അല്ലെങ്കിൽ ഒരു തടസ്സമാണ്. ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ കറന്റ് കുറഞ്ഞു പോയെന്നാണ്. റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ പ്രതിരോധം കുറവാണ്, കറന്റ് അവിടെ കൂടുതലായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞാൽ അവിടുത്തെ കറന്റ് കൂടുതലായിരിക്കും. കറന്റ് കൂടുതലായതുകൊണ്ട് I square RT എന്നുള്ള ഇക്വേഷൻ H is equal to I square RT, അവിടുത്തെ ഹീറ്റ് ജനറേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തേതിന്റെ ആൻസർ എന്തെഴുതാം? When resistance decreases, heat generation increases. ഇനി മൂന്നാമത്തേത്, find out the current in the heaters A and B and compare the heat developed.
രണ്ട് ഹീറ്ററിലെയും കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ കറണ്ടിലെ വ്യത്യാസം ഹീറ്റ് ജനറേഷനിൽ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ ഉണ്ടായത്? കറണ്ട് കൂടിയപ്പോൾ ഹീറ്റ് ജനറേഷൻ എന്ത് പറ്റി? ഹീറ്റ് ജനറേഷൻ കൂടി അല്ലേ? സോ വെൻ I increases, heat generation also increases. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ അടുത്തതിന്റെ ആൻസർ. നാലാമത്തെ നോക്കുക. ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? ഈ റെസിസ്റ്റേഴ്സ് കറണ്ടിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാക്കിയത്? എന്ത് ചേഞ്ചാണ് ഉണ്ടാക്കിയത്? റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്തേ, അവിടുത്തെ കറണ്ടിന് എന്ത് പറ്റി? കറണ്ട് കൂടി. അപ്പൊ അതാണ് നമ്മളുടെ അടുത്ത കൺക്ലൂഷൻ. റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി. വെൻ റെസിസ്റ്റൻസ് ഡിക്രീസസ് കറന്റ് ഇൻക്രീസസ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ടിന് എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് പ്രതിരോധം. റെസിസ്റ്റൻസ് കുറഞ്ഞു, ചാർജിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം, അതായത് കറണ്ട് കൂടി. അപ്പോൾ ഹീറ്റ് ജനറേഷൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഹീറ്റ് ജനറേഷൻ കൂടി. ശരിയല്ലേ? ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ വെൻ റെസിസ്റ്റൻസ് ഡിക്രീസസ്, റെസിസ്റ്റൻസ് കുറഞ്ഞ ഉടനെ കറണ്ടിന് എന്ത് പറ്റും? കറന്റ് ഇൻക്രീസസ്. കറന്റ് കൂടിയാൽ ഉടനെ ഹീറ്റ് ജനറേഷൻ എന്ത് പറ്റും? ഹീറ്റ് ജനറേഷൻ ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? റെസിസ്റ്റൻസ് കുറച്ചാൽ കറന്റ് കൂടും, റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറന്റ് കുറയും. റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തിയാൽ കറന്റും വോൾട്ടേജും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ വ്യത്യാസപ്പെടുത്താം എന്നുള്ളതാണ്. അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.